ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ഒരു ജനതയുടെ നന്ദിയും സ്നേഹവും തുളുമ്പുന്ന ചരിത്രരേഖയെ പരിചയപ്പെടുത്തുകയാണ് ദേശപ്പെരുമയുടെ പൊരുളിൽ ഇന്ന്. 110 വർഷം മുമ്പ് മെയ് മാസത്തിൽ സമർപ്പിച്ച നന്ദി പ്രകാശനത്തിന്റെ ഒരു മംഗളപത്രമാണ് നിരവധി ചരിത്ര സംഭവങ്ങൾ വർത്തമാനകാലത്തെ ഓർമ്മപ്പെടുത്തുന്നത്. സമൂഹ മാധ്യമങ്ങളിലെ ലൈക്കുകൾക്കും ഷെയറുകൾക്കും അപ്പുറം ഹൃദയം കൊണ്ടെഴുതിയ ആശംസകളുടെയും നന്ദി രേഖകളുടെയും ഒരു പഴയ കാലം നമുക്കുണ്ടായിരുന്നു. അതിന് ഉത്തമ ഉദാഹരണമായി മാറുകയാണ് 1916 മെയ് 20 ചിറ്റാട്ടുകര ഇടവക ജനം തങ്ങളുടെ വികാരിയായിരുന്ന പഴയാറ്റിൽ പത്രോസ് അച്ഛന് സമർപ്പിച്ച വികാര നിർഭരമായ ഒരു അഭിവാദ്യ പത്രം. ഒരു നാടിന്റെ അതിജീവനത്തിന്റെയും വികസനത്തിന്റെയും കഥ പറയുന്നതാണ് ഈ രേഖ. ഒന്നാം ലോക മഹായുദ്ധം സൃഷ്ടിച്ച കടുത്ത ക്ഷാമകാലത്തും ചിറ്റാട്ടുകരയെ കൈപ്പിടിച്ചുയർത്തിയ പത്രോസ് അച്ഛന്റെ സേവനങ്ങളെ അഭിവാദ്യ പത്രം പ്രകീർത്തിക്കുന്നു. പ്രത്യേകിച്ച് 1915 ഡിസംബറിലുണ്ടായ ഭീകരമായ അഗ്നിബാധയിൽ സർവവും നഷ്ടപ്പെട്ട 60ഓളം കുടുംബങ്ങൾക്ക് അത്താണിയായത് അദ്ദേഹത്തിന്റെ ഇടപെടലുകളായിരുന്നു. വീട് നഷ്ടപ്പെട്ടവർക്കായി ഫണ്ട് ശേഖരിക്കുകയും 30ലധികം വീടുകൾ പുനർനിർമ്മിച്ച് നൽകുകയും ചെയ്ത അദ്ദേഹത്തിന്റെ ഉദാരമനസ്കതയെ സന്താനങ്ങളുടെ മനസ്സിൽ നിന്ന് പോലും മായാത്തത് എന്നാണ് ഇടവകജനം വിശേഷിപ്പിക്കുന്നത്. കേവലം ആത്മീയമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ചിറ്റാട്ടുകരയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. ചിറ്റാട്ടുകര ഒരു വാണിജ്യ കേന്ദ്രമായിരുന്നുവെങ്കിലും ഇന്ന് കാണുന്ന യാത്രാ സൗകര്യങ്ങൾ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. നാട്ടിലെ കച്ചവടാഭിവൃദ്ധിക്കനുസരിച്ച് ഗതാഗത സൗകര്യം ഉണ്ടാക്കുന്നതിനു വേണ്ടി 1914 മറ്റം റോഡിൽ നിന്ന് ചിറ്റാട്ടുകര അങ്ങാടിയിൽ കൂടി പാവർട്ടി റോഡിലേക്ക് ഒരു റോഡ് വെട്ടാൻ അന്ന് അഹോരാത്രം പ്രവർത്തിച്ചത് അദ്ദേഹമായിരുന്നു. അതാണ് ഇന്നത്തെ ചിറ്റാട്ടുകര ബസാർ റോഡ്. ബാലബാലിക പാഠശാലകളുടെ പുരോഗതിക്കായി ഗവൺമെന്റ് സഹായധനം വർദ്ധിപ്പിക്കുന്നതിനും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും അദ്ദേഹം ശ്രദ്ധാലുവായിരുന്നു. പള്ളിയുടെ ധനസ്ഥിതി വർദ്ധിപ്പിക്കുന്നതിനും പൊതുനന്മയ്ക്കുമായി നിരവധി പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ചു. ഇതര മതസ്ഥരായ പ്രമുഖരുമായും ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം പുലർത്തിയിരുന്ന അടുത്ത സൗഹൃദം നാടിന്റെ സമാധാനപരമായ വളർച്ചയ്ക്ക് ഗുണകരമായെന്ന് പത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. 1915 ചിറ്റാട്ടുകര ഉണ്ടായ ഒരു തീപിടുത്തത്തില് 60 കുടുംബങ്ങള് അവിടെ എല്ലാം നാമാവശേഷമാവുന്ന ഒരവസ്ഥയും അതില് 30 ഭവനങ്ങള് പുനർനിർമ്മിച്ച് നൽകുകയും മറ്റുള്ള ഭവനങ്ങളെ ഭാഗികമായിട്ട് സഹായിക്കുകയും ചെയ്യുന്ന ഒരു വലിയ പദ്ധതി അദ്ദേഹം നടപ്പിലാക്കിയത്, പത്രോസ് അച്ഛൻ നടപ്പിലാക്കിയത് അതിൽ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അവിടെ ഈ പട്ടിണിയുടെ കാലഘട്ടത്തില് ആ നാടിനെ നയിച്ച ഒരു നായകന്റെ പരിവേഷം അതിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നഗരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ അങ്ങാടിയിലൂടെയുള്ള പ്രധാനപ്പെട്ട റോഡിന്റെ പണി അത് രാത്രിയും പകലുമില്ലാതെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നതായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ വിദ്യാലയം, പള്ളി, ഇതിന്റെ സാമ്പത്തികമായ ചിലവുകൾ, ബാധ്യതകൾ അതെല്ലാം പൂർത്തിയാക്കുന്നതിന് വേണ്ട അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ, മറ്റ് സമുദായങ്ങളുമായിട്ട് ഇടപഴകി വിജയിച്ചതിൻ്റെ ആ സ്നേഹത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയും ആ ഒരു നല്ല നിലനിർത്തിയതിൻ്റെ വരികൾ അതിൽ കാണാൻ കഴിയും. അങ്ങനെ ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ആ ഒരു മംഗളപത്രം ആ കാലഘട്ടത്തെ വ്യക്തമായി അടയാളപ്പെടുത്തുന്നുണ്ട്. രണ്ടു വർഷത്തെ സേവനത്തിന് ശേഷം സ്ഥലം മാറിപ്പോകുന്ന വികാരിക്ക് കണ്ണീരോടെയും പ്രാർത്ഥനയോടെയുമാണ് ചിറ്റാട്ടുകര അന്ന് വിട നൽകിയത്. പത്രത്തിന്റെ അവസാനം ചേർത്ത മനോഹരമായ ഒരു പദ്യശകലം ആ സ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുത്തുന്നു. സ്മിതാനന്ദമോടെ പുരോഹിതവാൻ വാഴട്ടെ യൂഴീതലെ എന്ന പ്രാർത്ഥനയോടെ അവസാനിക്കുന്ന ഈ അഭിവാദ്യപത്രം വെറുമൊരു ആശംസയല്ല, മറിച്ച് ഒരു നൂറ്റാണ്ടു മുമ്പുള്ള കേരളീയ ഗ്രാമജീവിതത്തിന്റെയും കൂട്ടായ്മയുടെയും നേർചിത്രം കൂടിയാണെന്ന് ചരിത്രകാരനായ റാഫി നീലങ്കാവിൽ പറയുന്നു.